ജോമി, നല്ല മഴ വരുന്നുണ്ട്, വേഗം അകത്തേക്ക് കയറ്. പേടിക്കണ്ട മോളെ, ഇടിയും മഴയും ആയതുകൊണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആയതാവും. കുറച്ചു കഴിഞ്ഞാൽ വരും. അമ്മേ, എനിക്ക് പേടിയാവുന്നു. നമുക്ക് വേഗം എമർജൻസി ലാമ്പ് കത്തിക്കാം. വാ, നമുക്ക് പോയി എമർജൻസി ലാമ്പ് കത്തിക്കാം. അമ്മേ, ഈ സമയത്ത് ആരാണ് വാതിലിന് മുട്ടുന്നത്? അതും ഈ മഴയത്ത്. ഇനി വല്ല പ്രേതവും ആണോ? എനിക്ക് പേടിയാവുന്നു അമ്മേ. ഇങ്ങനെ പേടിക്കാതെ വാ, നമുക്ക് പോയി നോക്കാം ആരാണെന്ന്. ഇത് പ്രേതമൊന്നുമല്ല. കണ്ണു തുറന്ന് നോക്ക് ആരാണ് വന്നതെന്ന്. എന്നാലും മോളെന്നെ പ്രേതം എന്ന് വിളിച്ചു കളഞ്ഞല്ലോ. പവർ ഇപ്പോഴൊന്നും ഇനി നോക്കണ്ട. ഒരു 3 മണിക്കൂർ കഴിയും. എവിടെയോ പോസ്റ്റിലേക്ക് മരം വീണിട്ടുണ്ട്. മെസ്സേജ് വന്നിരിക്കുന്നു. ഓ, അപ്പൊ ഇനി എങ്ങനെ ഫുഡ് ഉണ്ടാക്കും? പവർ വന്നിട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും കിടക്കാൻ നേരം വൈകില്ലേ? നാളെ എല്ലാവർക്കും നേരത്തെ പോകാനുള്ളതല്ലേ? പേടിക്കണ്ട, ഇന്ന് നമ്മൾ എല്ലാവരും കൂടിയാണ് ഡിന്നർ ഉണ്ടാക്കുന്നത്, അല്ലേ ജോമി? ഇനി ബാക്കി അമ്മ ചെയ്തോളാം. അച്ഛനും മോളും വന്ന് വിശ്രമിക്ക്. എന്നാൽ അച്ഛൻ ഒരു കഥ പറ. ഞാനും അമ്മയും കേൾക്കാം. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് TV കാണാനും പറ്റുന്നില്ല. അച്ഛൻ കുട്ടിയായിരുന്നപ്പോൾ ടിവിയും കറണ്ടും ഒന്നുമില്ലായിരുന്നു. അതറിയാമോ മോൾക്ക്? ഇല്ല, കേൾക്കട്ടെ. അക്കാലത്ത് കറണ്ട് ഇല്ലാതെയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നേരത്തെ ചെയ്തു വെക്കുമായിരുന്നു. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും. എന്നിട്ട് എല്ലാ പണികളും നേരത്തെ ഇരുട്ടുന്നതിന് മുന്നേ ചെയ്തു തീർക്കും. ഒരു 7 മണി 8 മണി ആവുമ്പോഴേക്കും ഉറങ്ങുകയും ചെയ്യും. അതെ, അതുകൊണ്ടാണ് കറണ്ട് പോയപ്പോൾ മോള് പേടിച്ചിട്ടും അമ്മ പേടിക്കാഞ്ഞത്. നേരത്തെ എഴുന്നേറ്റാൽ പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് സമയം കിട്ടും. നേരത്തെയുള്ള ഉറക്കം നമ്മളിൽ ക്ഷീണം കുറയ്ക്കും. അടിപൊളി. എന്നാ ഇനി മുതൽ ഞാനും നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കും. ആ, വന്നല്ലോ കറണ്ട്. കറണ്ട് വരേണ്ടിയിരുന്നില്ല. അതെന്താ? ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കാൻ എന്ത് രസമാ. ഇനി ഫുട്ബോൾ കളിക്കാൻ പോവാലോ. എനിക്ക് വീഡിയോ ഗെയിം കളിക്കാനും പോകാം. എനിക്കിനി കുറച്ച് ലഡു കഴിക്കണം. നിനക്ക് ഏതു നേരവും ഈ ഭക്ഷണത്തെ കുറിച്ച് മാത്രമേ സംസാരിക്കാനുള്ളൂ. ഫുട്ബോൾ ഭക്ഷണം കഴിക്കുന്നത് എന്താ ഇത്ര മോശം പരിപാടിയാണോ? ഹേയ്, അങ്ങനെയല്ല. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, നീ സീരിയസ് ആവാതെ. അതെ, ടോമി പറഞ്ഞതിലും കാര്യമുണ്ട്. അതത്ര മോശം പരിപാടിയൊന്നുമല്ല. ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. ശരി ശരി, നമുക്ക് വേഗം പോയിട്ട് ലഡു കഴിക്കാനുള്ളതാ. ഞാനൊരു തമാശ പറഞ്ഞതാടോ. അവനത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. നിനക്ക് അവനെ അറിയുന്നതല്ലേ? അവൻ പണ്ടേ നിൽക്ക് നിൽക്ക്, വേണ്ട. ഒരു 100 രൂപ നിലത്ത് വീണ് കിടക്കുന്നു. എവിടെ? നോക്കട്ടെ. ശരിക്കും നോക്കിയോ? ചിലപ്പോൾ അത് കള്ളനോട്ടോ വല്ലതുമായിരിക്കും. ഇത് കള്ളനോട്ടൊന്നുമല്ല. ഇന്ന് തന്നെ. ഇത് ഞാൻ ആർക്കും തരില്ല. ഇത് എനിക്ക് വേണം. ഞാനാണ് ഇത് ആദ്യം കണ്ടത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങളുടെ കൂടെ വന്നപ്പോഴല്ലേ നിനക്കിത് കിട്ടിയത്. അപ്പോ അതിന്റെ പങ്ക് ഞങ്ങൾക്കും കൂടെ വേണം. നമുക്കിത് എല്ലാവർക്കും കൂടെ വീതിച്ചെടുക്കാം. ഇല്ല, പറ്റില്ല. എനിക്ക് തന്നെ വേണം. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. പങ്കിട്ടെടുക്കണം. ഇല്ല, ഞാൻ തരില്ല. ഞാനാണ് ആദ്യം കണ്ടത്. അത് നീ മുന്നിൽ നടന്നത് കൊണ്ടല്ലേ. ഞാനായിരുന്നു മുന്നിൽ നടക്കുന്നതെങ്കിൽ ഞാൻ കാണുമായിരുന്നു. ഓ, മതി മതി. രണ്ടാളും ഇനി അതിന്റെ പേരിൽ വഴക്കിടല്ലേ. എന്തായാലും നമ്മൾ മറ്റൊരാളുടെ പൈസ എടുക്കുന്നത് ശരിയല്ല. അതെ അതെ, ഞാൻ അതങ്ങോട്ട് പറയാൻ വരികയായിരുന്നു.
അലക്സ് പറഞ്ഞതാണ് ശരി. ഈ പണം നഷ്ടപ്പെട്ട ആൾ എത്ര വിഷമിക്കുന്നുണ്ടാകും. പാവം. അലക്സ് പറഞ്ഞതാണ് ശരി. നമുക്ക് ഈ പണം ആവശ്യമില്ല. അതെ, നമ്മൾ ഇതെടുക്കില്ല. ഈ പണത്തിന്റെ യഥാർത്ഥ ഉടമയ്ക്ക് അത് തിരികെ നൽകണം. പക്ഷേ എങ്ങനെ? യഥാർത്ഥ ഉടമയെ കണ്ടെത്താൻ ഒരു വഴിയുണ്ട്. അവർ തങ്ങളുടെ പണം തേടി ഈ വഴിയിൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അതും ശരിയാണ്. അവരെ കണ്ടെത്തിയാൽ പിന്നെ ഈ പണം അവർക്ക് നേരിട്ട് നൽകാം. എന്നാൽ സമയം കളയണ്ട, നമുക്ക് ഇപ്പോൾ തന്നെ പോയി നോക്കാം. വേഗം വാ. അങ്ങോട്ട് നോക്ക്, അവിടെ ഒരാൾ എന്തോ തിരയുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി ചോദിച്ചു നോക്കാം. ചേട്ടാ, എന്തു പറ്റി? ചേട്ടൻ എന്താ തിരയുന്നത്? എന്റെ പണം കാണുന്നില്ല. എന്റെ കുട്ടിക്ക് മരുന്ന് വാങ്ങാനുള്ളതായിരുന്നു. ഇവിടെ എവിടെയോ വീണുപോയി. ചേട്ടൻ വിഷമിക്കണ്ട, ആ പണം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ. ഓ എന്റെ ദൈവമേ, ഞാൻ എങ്ങനെയാ നിങ്ങളോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരുപാട് നന്ദിയുണ്ട് കുട്ടികളെ. ഇനി എന്റെ കുട്ടിക്ക് മരുന്ന് വാങ്ങാലോ. സന്തോഷമായി. ഈ പണത്തിന്റെ യഥാർത്ഥ ഉടമയെ ഞങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. കണ്ടെത്താനായതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. നന്ദിയുണ്ട് കുട്ടികളെ. നിങ്ങൾ ഒരു നല്ല കാര്യമാണ് ചെയ്തത്. നിങ്ങളെ 3 പേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അത് പിന്നെ ഞങ്ങൾ ഫോട്ടോപ്പയിലെ പിള്ളേരുടെ കടമയല്ലേ? അതെ, ഫോട്ടോപ്പയിലെ പിള്ളേര് പൊളിയല്ലേ. അല്ല, ഇതാരൊക്കെയാ? എന്താ പരിപാടി? അപ്പൊ നീ വരുന്നില്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ നമുക്കിന്ന് പട്ടം പറത്തിക്കാൻ പോകണമെന്ന്. വേഗം വാ, ഞങ്ങളെല്ലാം റെഡിയായി. നിങ്ങളൊക്കെ പട്ടം വാങ്ങിയോ? ഞാൻ ഡാഡിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡാഡി ഇതുവരെ വന്നിട്ടില്ല. ആണോ? എന്നാ വേഗം വിളിച്ച് പറഞ്ഞോ. ഞങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അവിടെ കുറച്ച് പട്ടം കൂടിയേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അത് തീർന്നു പോകണ്ട. വേഗം പോയി വാങ്ങാൻ പറ. ശരി, എന്നാ നിങ്ങൾ വിട്ടോ. ഞാൻ പട്ടവുമായി പാർക്കിലേക്ക് വന്നോളാം. ഡാഡി, പറ മോളെ. പട്ടം വാങ്ങിയോ? ഇല്ല മോളെ, വരുമ്പോൾ വാങ്ങാം. വേഗം ഇറങ്ങൂ ഡാഡി, പട്ടം ഇപ്പൊ തീരും. ഇല്ല മോളെ, ഡാഡി ഓഫീസിലല്ലേ, പണിയുണ്ട്. വരുമ്പോൾ എന്തായാലും കൊണ്ടുവരാം. അയ്യോ, അവരെല്ലാവരും ഇപ്പൊ പട്ടം പറത്തി സന്തോഷിക്കുന്നുണ്ടാവുമായിരിക്കും. എന്താ ഇപ്പൊ ചെയ്യാ? ആ, ഐഡിയ. അയ്യോ മോളെ, പട്ടം തീർന്നു പോയല്ലോ. ഇനി ഒരു വീക്ക് കഴിയും. നീ ഈ വാതിലും തുറന്നിട്ട് ചോദിക്കുകയും പറയുകയും ചെയ്യാതെ എവിടെ പോയതാ? ഡാഡി വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജോമി എവിടെ? റൂമിലിരുന്ന് ഒരേ കരച്ചില്ല. എത്ര ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. ഞാൻ വരുമ്പോൾ പട്ടം വാങ്ങി കൊടുക്കാമെന്ന് അവൾക്ക് വാക്ക് കൊടുത്തിരുന്നു. ഞാൻ ഓഫീസിൽ കുറച്ച് തിരക്കിലായി പോയി. ഇറങ്ങാൻ നേരം വൈകി. അപ്പോഴേക്കും പട്ടം കടയിൽ തീർന്നുപോയി. അതാണോ കാര്യം? അതിനെന്താ, നമുക്ക് അവൾക്ക് നല്ലൊരു പട്ടം ഉണ്ടാക്കി കൊടുക്കാലോ. ജോമി, മോളൊന്ന് പുറത്തു പോയി നോക്കിക്കേ. അമ്മ പുറത്ത് പട്ടം പറത്തി കളിക്കുന്നു. മമ്മിക്ക് എവിടെ നിന്ന് പട്ടം കിട്ടി? നിന്റെ മമ്മി തന്നെയാണ് പട്ടം ഉണ്ടാക്കിയത്.